ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാഗണപതേ നമ. ഓം ശ്രീ മാത്രേ നമ. ശ്രീമദ് ദേവി മഹാഭാഗവതം 3-ാം സ്കന്ധം 9-ാം അധ്യായം ഗുണസ്വഭാവം. നാരദൻ ഗുണലക്ഷണമങ്ങൊന്നു വെടിപ്പായ്ച്ചൊന്നു കേട്ടു ഞാൻ. മട്ടോലും നിൻമൊഴി നുകർന്നിട്ടും വന്നില്ല തൃപ്തിമേ. ഗുണങ്ങൾ തൻ പരിജ്ഞാനമെമ്മട്ടുണ്ടാവുമെന്നു നീ വർണ്ണിച്ചെന്നുൾക്കൊരുന്നിന്നു തന്നാലും വാച്ചശക്തിയെ. വ്യാസൻ എന്നോതുമം മഹാത്മാവാം മകൻ നാരദനോടുടൻ ചൊന്നാൻ ജഗത്പിതാവായ രജോ ഗുണസമുദ്ഭവൻ. ബ്രഹ്മാവ് ഗുണസ്വഭാവമിനി ഞാൻ വർണ്ണിക്കാം കേൾക്ക നാരദ. നല്ല പോലറിയില്ലിങ്ങു അറിയുമ്പോൾ പറഞ്ഞിടാം. ഇല്ല കേവല സത്വത്തെ കാണാനായൊരിടത്തിലും കാൺമൂ ഗുണങ്ങൾക്കും മിശ്രഭാവം കൂട്ടായിരിക്കയാൽ. സർവാലങ്കാരവും പൂണ്ടമാന്യയാമൊരു തയ്യലാൾ ഹാവഭാവാദിയാൽ പ്രീതി തൻപതിക്കേകുമവ്വിധം പിതാക്കൾക്കും ബന്ധുവർഗത്തിനും മോദമിയറ്റിടും. പക്ഷേ സപത്നികൾക്കേകുമവൾ താൻ ദുഃഖമോഹവും. സ്ത്രീ സ്ഥാനാപന്നമാം സത്വഗുണമിച്ചൊന്ന പോലവേ ജനിപ്പിപ്പൂ വൃത്തിഭേദം രജസ്സിനും തമസ്സിനും. രജസാം സ്ത്രീയുമീ വണ്ണം തമസാം സ്ത്രീയുമീ വിധം അന്യോന്യയോഗം കൊണ്ടോരോ ഭാവമുണ്ടാക്കിയിടുന്നതാം. ജാത്യാന്തരങ്ങളുണ്ടാകാ തനിച്ചിവയിലൊന്നുമേ അന്യോന്യ സമ്പർക്കത്താൽ താൻ കാണിപ്പൂ വിപരീതത. രൂപയൗവന സൗഭാഗ്യത്തിടമ്പായി ഭൂഷിതാംഗിയായി ലജ്ജാമാധുര്യ വിനയ സമ്പന്നയൊരു പെൺകൊടി കാമശാസ്ത്രജ്ഞയവണ്ണം ധർമ്മശാസ്ത്രം പഠിച്ചവൾ ഭർതൃപ്രീതി ജനിപ്പിക്കേ സപത്നിക്കവൾ താൻ സദാ അഴലും മോഹവും നൽകും ജനം സത്വസ്ഥയെന്നു താൻ കണക്കാക്കുമതേപോൽ താൻ സത്വത്തിൻ വൈകൃതങ്ങളും. ചോരന്മാർ തൻ പീഡയേൽക്കും സദ്വൃത്തന്മാർക്കു സൗഖ്യവും കുറ്റവാളിക്കഴൽപ്പാടും നൽകുന്നു രാജകിങ്കരർ. ഏവം ഗുണങ്ങളും കാട്ടും വിരുദ്ധ പ്രകൃതങ്ങളെ തിങ്ങി നിൽക്കും കരിങ്കാറിൻ നിരതൂങ്ങിക്കിടക്കവേ. ഇടിയും മിന്നലും കൂരിരുട്ടുമൊത്തു തിമിർക്കവേ ഇരുട്ടടച്ചു പേമാരി പെയ്തു ഭൂമി നനയ്ക്കവേ. മുറ്റും കൊണ്ടാടുന്നു മോദപൂർവമദുർദിനത്തിനെ പാടത്തു വിത്തിറക്കാനായി കാത്തിരിക്കുന്ന കർഷകർ. കെട്ടിമേയാത്ത പുരയിൽ പാർക്കും ഭാഗ്യവിഹീനരും വിറകിനായി പോയവർക്കും ഈ നാളെത്ര സുദുസ്സഹം. ഭർത്താവു വേർപെട്ടവൾക്കു മൂർച്ചയും നൽകുമദ്ദിനം. ഏവം ഗുണങ്ങളും ഭാവ വൈരുദ്ധ്യം കാട്ടിടുന്നതാം. ഇനിച്ചൊന്നു തരാം കേൾക്ക ഗുണലക്ഷണവും സുധാ. ലഘുപ്രകാശകം സത്വം നിർമ്മലം വിശദം സദാ. കനമറ്റുള്ളംഗജാലം കൺതൊട്ടുള്ളിന്ദ്രിയങ്ങളും മനസ്സോ നിർമ്മലം തീരെ വിമുഖം വിഷയങ്ങളിൽ. ശരീരമീ മട്ടായെന്നാൽ സത്വോത്കഷ്ടം കഥിച്ചിടാം. കോട്ടുവായും വൻതടിയും മടിയും കണ്ടുവെങ്കിലോ ഉറപ്പിക്കാം ചഞ്ചലമാം രജസ്സുത്കടമായതായി. കലഹത്തെ തേടി തേടിയോരോ ദേശം തോറും നടക്കലും
തർക്കിക്കുവാൻ വാസനയും സദാ ചഞ്ചല ചിത്തവും തമസ്സാണ്ടുള്ളിന്ദ്രിയങ്ങൾ ചീർത്തതാമംഗജാലവും ജ്ഞാനശൂന്യം ഹൃദയവും ഉറക്കില്ലായ്മയും തുലോം തമസ്സേവം മൂടി നിന്നാൽ തമോവൃദ്ധിയുരച്ചിടാം. ഗുണങ്ങൾ തൻ ലക്ഷണങ്ങൾ ഇവയാണെന്നു തേറുക. നാരദൻ ഭിന്നലക്ഷണമായി ചൊന്നു ഗുണം മൂന്നും ഭവാൻ വിധേ. അവയെങ്ങനെ ഏകത്ര ചെയ്വൂ കാര്യങ്ങളെന്നതും അന്യോന്യ ശത്രുക്കളവ യോജിച്ചും കൊണ്ടൊരേയിടം നിന്നെങ്ങനെ നടത്തുന്നു കാര്യമെന്നതുമോതുക. ബ്രഹ്മാവ് കേട്ടാലും മകനെ ചൊല്ലാം ദീപവൃത്തികളാണവ. അർത്ഥദർശനമാം കാര്യം ദീപം ചെയ്യുന്നതെങ്ങനെ? പരസ്പര വിരുദ്ധങ്ങൾ തീയും തിരിയുമെണ്ണയും. എണ്ണയ്ക്കു വൈരം തീയോടും തിരിയോടുമതേവിധം തീക്കെണ്ണയോടുമുണ്ടല്ലോ തിരിയോടും വിരുദ്ധത. ഒന്നിച്ചു നിൽക്കിലവതാൻ പ്രകാശിപ്പിപ്പു വസ്തുവേ. നാരദൻ ഏവം പ്രകൃതി നിർമ്മിച്ചൊരി ഗുണങ്ങളനാരദം വിശ്വകാരണമെന്നായി ഞാൻ കേട്ടേൻ സത്യവതീസുതാ. വ്യാസൻ ഏവം ഗുണങ്ങൾ തൻ ലക്ഷണങ്ങളും കാര്യവും നൃപ വേർതിരിച്ചോതിനാൻ ബ്രഹ്മപുത്രനന്നു സവിസ്തരം. കാര്യഭേദത്താൽ സഗുണയായും നിർഗുണയായുമേ വർത്തിക്കുമശക്തി സദാ സേവ്യ ലോകം നിറഞ്ഞവൾ. അകർത്താവിപ്പുമാൻ പൂർണ്ണൻ നിരീഹൻ പരനവ്യയൻ. ആ മായ താൻ ചമയ്ക്കുന്നു വിശ്വം സദസദാത്മകം. ബ്രഹ്മവിഷ്ണു മഹേശന്മാർ സൂര്യേന്ദുക്കളുമിന്ദ്രനും ത്വഷ്ടാവശ്യികളും പാശികുബേരൻ വായുവന്നിയും വസുക്കളും ഷൺമുഖനും പൂഷാവും ഗണനാഥനും ശക്തിയോടൊക്കിലേ സുസ്വകാര്യത്തിൽ ശക്തരായിടോ. മറിച്ചായാലനങ്ങാനും ശക്തരാവില്ലൊരുത്തരും. അവൾ താൻ കാരണം രാജൻ ജഗത്തിൻ പരമേശ്വരി. ആരാധിച്ചാലും അവളെ യജ്ഞവും ചെയ്ക ഭൂപതേ. പൂജിക്ക വഴിപോൽ മെത്തും ഭക്തിയോടവളെ സദാ. മഹാലക്ഷ്മി മഹാവാണി മഹാകാളിയുമാണവൾ. അവൾ താൻ സർവഭൂതേശി സർവകാരണകാരണം. കനിവുറ്റോൾ സുഖാരാധ്യ ശാന്ത കാമങ്ങളേകുവോൾ. നാമോച്ചാരണമാത്രത്താൽ വാഞ്ചിതാർത്ഥങ്ങൾ നൽകുവോൾ. ആദ്യമായി ബ്രഹ്മവിഷ്ണുീശന്മാരും പിന്നെ സുരൗഘവും ജിതാത്മാക്കൾ മുമുക്ഷുക്കൾ മുനിമാരും നമിച്ചവൾ. ആനുഷംഗികമായിട്ടും അപ്പേരസ്ഫുടമെങ്കിലും ഉരിയാടുമൊരാൾക്കെത്തും ദുർലഭം കാമമൊക്കെയും. വ്യാഘ്രാദിയെ കണ്ടു കാട്ടിലൈ അയ്യെന്ന ഭീതിയാൽ ബിന്ദു കൂടാതുരച്ചാലും വാഞ്ചിതം സിദ്ധമായി വരും. ഇതിൻ ദൃഷ്ടാന്തമ സത്യവ്രതൻ നൃപകുലോത്തമാ. ഭാവിതാത്മാക്കൾ ഞങ്ങൾക്കിക്കാര്യം പ്രത്യക്ഷമെത്രയും ദ്വിജസംഘത്തിൽ വെച്ചന്നി ദൃഷ്ടാന്തംബുധരാം ചിലർ വിസ്തരിച്ചു കഥിച്ചപ്പോളൊക്കെയും കേട്ടു ഞാൻ നൃപ. നിരക്ഷരൻ മൂർഖനൊരു വിപ്രൻ സത്യവ്രതാഭിതൻ പന്നിതൻ മുമ്പിൽ വെച്ചന്നി ബിന്ദുഹീനമൊരക്ഷരം യദൃച്ഛയാ സ്വയം ചൊന്നു
വിദ്വന്മാണിക്യമായി പോൽ ഐകാരോച്ചാരമാത്രത്താൽ തുഷ്ടയായി തീർന്നൊരീശ്വരി കവീന്ദ്രനാക്കി തീർത്താനാ മൂർഖനെ കരുണാർദ്രയായി. 9-ാം അധ്യായം സമാപ്തം. ഓം ശ്രീമാത്രേ നമഃ. 10-ാം അധ്യായം സത്യവ്രതകഥ. ജനമേജയൻ ആരസത്യവ്രതാഭിക്യ പൂണ്ടൊരാ വിപ്രസത്തമൻ ഏതു ദേശത്തിലുണ്ടായോനെമ്മട്ടുള്ളോനുരയ്ക്ക നീ അവന ശബ്ദമാർ ചൊല്ലി കേട്ടാണൊരു കഴിച്ചതും അവനു പെട്ടെന്നുണ്ടായ സിദ്ധി എമ്മട്ടിലുള്ളതും എങ്ങും നിറഞ്ഞ സർവജ്ഞദേവി എങ്ങനെ തുഷ്ടയായി വിസ്തരിച്ചു കഥിച്ചാലും ആ മനോരമമാം കഥ. സുതൻ ജനമേജയനീ വണ്ണം ചോദിക്കേ വ്യാസനാം ഋഷി ചൊന്നാൻ രസോദാരമായ വാക്യമേവം സുനിർമ്മലം. വ്യാസൻ കേൾക്ക രാജൻ കഥിക്കാം ഞാൻ ഐതിഹാസികമക്കഥ പണ്ടാ മുനി സമാജത്തിൽ വെച്ചു കേട്ടതുപോലവേ. പണ്ടു തീർത്ഥാടനം ചെയ്തു ശുചിയായി പോരുമാ വഴി അണഞ്ഞേൻ മുനിമാർ വാഴും പാവനം നൈമിഷം വനം. മുനിമാരെ കൂപ്പി വാണാൻ ജ്ഞാനപുണ്യാശ്രമത്തിലായി വ്രതസ്ഥർ ജീവൻ മുക്തന്മാരുണ്ടങ്ങാ ബ്രഹ്മപുത്രരും. കഥാപ്രസംഗമുണ്ടായി മുനിസംഘത്തിലിങ്ങനെ ചോദിച്ചു മുനിമാരോടു സാദരം ജമദഗ്നിയും. സന്ദേഹമിങ്ങൊന്നുണ്ടെന്റെ ചേതസിൽ മുനിമുഖ്യരെ ശങ്കയറ്റോനായി വരേണമല്ലോ മുനികുലത്തിൽ ഞാൻ. ബ്രഹ്മവിഷ്ണു മഹേശന്മാരിന്ദ്രൻ വരുണൻ അഗ്നിയും കുബേരൻ വിശ്വകർമാവും ഗുഹനും ഗണനാഥനും സൂര്യാശ്വികൾ ഭഗൻ പൂഷാവിന്ദു വായുഗ്രഹങ്ങളും മറ്റുള്ളതിലാർ പൂജ്യതമൻ സർവാർത്ഥദായകൻ സുഖാരാധ്യനും ആരാശുതോഷനാർ ചൊൽകമാന്യരെ സർവജ്ഞരാം വ്രതസ്ഥന്മാർ മുനിമാർ നിങ്ങളോതുവിൻ. ഈ ചോദ്യം കേട്ടപോതാശു ചൊന്നാൻ ലോമശനാം മുനി ജമദഗ്നേ കേട്ടുകൊള്ളുക നിൻ ചോദ്യത്തിൻ്റെ ഉത്തരം. ശുഭമിച്ചിപ്പവർക്കൊക്കെ സംപൂജ്യ തമശക്തി താൻ പരാപ്രകൃതിയാമാദ്യ ശിവ സർവദ സർവഗാ. ബ്രഹ്മാദികൾക്കും അമരന്മാർക്കും ജനനിയാണവൾ മൂലപ്രകൃതി സംസാരതരുവിൻ തായി വേരവൾ. സേവിപ്പവർക്കു വരദാനത്തെ ചെയ്യും കൃപാനിധി ധ്യാനപൂർവം ജപിപ്പോർക്കു വാഞ്ചിതങ്ങളെ നൽകുവോൾ. അക്ഷരോച്ചാരമാത്രത്താൽ ഫലം വിപ്രനു സിദ്ധമായി ശുഭമീതിഹാസത്തെ കേട്ടുകൊള്ളുവിൻ മുനീന്ദ്രരെ. പണ്ടുണ്ടായി കോസലം തന്നിൽ ദേവദത്താഖ്യനന്ദനൻ അപുത്രനാമവൻ ചെയ്താൻ സുതാർത്ഥം യജ്ഞമേകദാ. തമസാ നദീതൻ തീരത്തുണ്ടാക്കി വരമണ്ഡപം വരുത്തി വിദ്വാൻമാരായ യാഗകർമ്മ വിദഗ്ധരെ. ഒത്തതാം വേദിയുണ്ടാക്കി സ്ഥാപിച്ചാനഗ്നി തന്നെയും പുത്രകാമേഷ്ടി വിധി പോൽ ചെയ്താനാദ്വിജസത്തമൻ. സുഹോത്രമുനിയെ ബ്രഹ്മാവായി കൽപ്പിച്ചിതന്തണൻ അധ്വർയുവായി യാജ്ഞവൽക്യൻ ഹോതാവായി ബൃഹസ്പതി. വേദപാഠത്തിനു പൈലൻ ഉദ്ഗാതാവതഗോപിലൻ കൽപ്പിച്ചു മറ്റു കാര്യങ്ങൾ കന്യരാം മുനിമാരെയും. സംഗീത സാന്ദ്രമധുരം സാമം പാടുന്ന ഗോപിലൻ രഥാന്തരം നൽസ്വരിതത്തൊടും പാടുന്ന വേളയിൽ
സ്വരഭംഗം തെല്ലുപറ്റി വീർപ്പുമുട്ടിയ കാരണം ചൊടിച്ചുടൻ ദേവദത്തൻ ഗോപിലൻ തന്നോടോതിനാൻ. പുത്രാർത്ഥമാമീ യജ്ഞത്തിൻ കാമ്യകർമ്മം നടക്കവേ സ്വരഭംഗം ചെയ്തൊരീ നീ മൂർഖൻ തന്നെ മുനീശ്വരാ. കോപിച്ചു ഗോപിലൻ ദേവദത്തനോടോതിയിങ്ങനെ, മൂർഖനായി താൻ നിനക്കുണ്ടാവട്ടെ മൂകനൊരാത്മജൻ. ഏതു ജീവിക്കുമാ വീർപ്പു നിയന്ത്രിക്കുക സാധ്യമോ? അപസ്വരം തല്ലതിനാൽ വന്നുപോയി കുറ്റമെന്തതിൽ. മഹാത്മാവാം ഗോപിലന്റെ വാക്യമേവം ശ്രവിക്കയാൽ ശാപഭീയാണ്ടൊരദ്ദേവ ദത്തൻ ചൊന്നാൻ സുദുഃഖിതൻ. തെറ്റു ചെയ്യാത്തൊരീ എന്നിൽ പാഴേ കോപിക്കയോ ഭവാൻ. ക്രോധം വെടിഞ്ഞ മുനിമാർ സദാ സൗഖ്യം വളർത്തിടും. ഈ കൊച്ചു തെറ്റിന്നീ വണ്ണം ശപിച്ചാലോ മുനീശ്വര. പുത്രനില്ലാഞ്ഞു ദുഃഖിച്ചിട്ടിപ്പോൾ അധിക ദുഃഖിയായി. മൂർഖനാം പുത്രനുണ്ടാവതേക്കാൾ ഭേദമപുത്രത. മൂർഖദ്വിജൻ സർവനിന്ദ്യനെന്നല്ലീ ബുധർതൻ മതം. മൃഗത്തെപ്പോൽ ശൂദ്രനെപ്പോൽ കർമാനർഹനവൻ സദാ. മൂർഖനാം പുത്രനെ കൊണ്ടു ചെയ്വതെന്തന്തണോത്തമാ. മൂർഖനാം ബ്രാഹ്മണൻ ശൂദ്രതുല്യൻ സംശയമില്ലതിൽ. ദാനപൂജാദികർമ്മങ്ങൾ കനർഹൻ നിന്ദ്യനാമവൻ. വേദമില്ലാത്തൊരാ വിപ്രനേതു ദേശത്തിരിക്കിലും ശൂദ്രനെപ്പോൽ ഭൂമിപന്നു കരം നൽകേണ്ടതായി വരും. മൂഢനാം ദ്വിജനെ കാര്യഫലമിച്ഛിച്ചിടുന്നൊരാൾ ഇരുത്തിടാ ദേവപിതൃകർമ്മങ്ങളിലൊരിക്കലും. രാജാവു ശൂദ്രനായി നണ്ണും വേദവർജിതനാം ദ്വിജൻ സർവകർമാനർഹനവൻ കൃഷി ചെയ്തു കഴിക്കണം. മൂർഖനാം വിപ്രനെ കൂട്ടി ശ്രാദ്ധം പാടില്ലൊരിക്കലും. വിപ്രനില്ലാതെ താനൂട്ടാം ദർഭക്കൂർച്ചത്തിൽ വെച്ചുമേ. ഊണിൽ കവിഞ്ഞൊന്നുമൊരാള വിദ്വാനരുതേകുവാൻ. ചെയ്താൽ ചെയ്തോനുമാ വാങ്ങിയോനും നരകമാം ഫലം. എങ്ങു പൂജിക്കപ്പെടുന്നിതറിവറ്റ ഷഡദ്വിജർ. എങ്ങു തെല്ലും ഭേദമില്ല ദാനപൂജാസനാദിയിൽ. കഷ്ടം മൂർഖജനം വാഴുമദ്ദേശം നിന്ദ്യമെത്രയും. മൂർഖ പണ്ഡിത ഭേദത്തെ വിദ്വാൻമാരറിയേണ്ടതാം. മാനവും ദാനവും നേടി മതിക്കും പടുദുർജനം വസിക്കും നാട്ടിലെന്നെന്നും പോകാൻ പാടില്ല പണ്ഡിതൻ. അസത്തുക്കൾക്കും ഗുണമാം സജ്ജനത്തിൻ വിഭൂതികൾ. കായ്ച്ചതാണെങ്കിലും വേപ്പുകാക്കയ്ക്കേ ഗുണമായി വരൂ. വേദജ്ഞരായോരൂണിനു ശേഷം വേദം ജപിച്ചിടും അന്നദാതാവിൻ പിതൃക്കളപ്പോൾ വിണ്ണിൽ സുഖിച്ചിടും. വേദജ്ഞോത്തമനാമങ്ങെന്തിപ്പോൾ ചൊന്നതു ഗോപില. മൃതിയേക്കാൾ കഷ്ടമല്ലീ മൂർഖപുത്രത്വമോർക്കുകിൽ. കനിയേണം മഹാഭാഗ ശാപാനുഗ്രഹമേകുക. ദീനോദ്ധാരണശക്തൻ നീ നിൻകാൽ താർ കുമ്പിടുന്നു ഞാൻ. ലോമേശൻ എന്നോതി അദ്ദേവദത്തൻ ദീനനായി കണ്ണുനീരുമായി ആ വിപ്രനെ സ്തുതിച്ചും കൊണ്ടാനമിച്ചിതു കാൽക്കളിൽ. ദൈന്യം കാൺകേ ശാന്തനായി ഗോപിലൻ. ക്ഷണനേരമേ നിൽക്കൂ കോപം മഹാന്മാർക്കു ദുഷ്ടർക്കോ മരണം വരെ. ജലം സ്വതേ തണുപ്പെന്നാൽ തീയിലോ വെയിലിലോ ക്ഷണം ചൂടാവും. അവയില്ലാഞ്ഞാൽ വീണ്ടും വേഗം തണുപ്പുമാം. പാരം കേഴും ദേവദത്തൻ
തന്നോടായോതി ഗോപിലൻ, മൂർഖനാം നിൻ മകൻ വീണ്ടും വിദ്വാനായും ഭവിച്ചിടും. വരമേവം ലഭിച്ചേറ്റം തുഷ്ടനായി തീർന്നൊരാദ്വിജൻ, യാഗം മുഴുപ്പിച്ചു വിട്ടാൻ വിപ്രന്മാരെ യഥാവിധി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൻ തൻ ധർമ്മപത്നിയാൾ ഗർഭം ധരിച്ചു സുതതി രോഹിണിക്കൊത്ത രോഹിണി. ഗർഭാധാനാദി കർമ്മത്തെ ചെയ്തു വേണ്ട വിധം ദ്വിജൻ, ചെയ്താൻ പുംസവനത്തെയും ശൃംഗാരകരണത്തെയും. സീമന്തകർമ്മവും ചെയ്തു വേദത്തിൽ ചൊന്ന പോലവേ, യജ്ഞം സഫലമെന്നോർത്തു ചെയ്തു ദാനങ്ങളും മുതാ. രോഹിണി ശുഭനാൾ നല്ല ലഗ്നത്തിലൊരു പുത്രനെ പെറ്റാൾ. രോഹിണിയും ജാതകർമ്മം ചെയ്താനുടൻ ദ്വിജൻ, ദർശിച്ചു പുത്രനെ പിന്നെ നാമകർമ്മം നടത്തിനാൻ. ഉദധ്യനെന്ന പേരിട്ടു പുരാവിത്തായൊരാദ്വിജൻ, 8-ാം വയസ്സിൽ ശുഭമാം മുഹൂർത്തം നോക്കിയന്തണൻ നടത്തി വിധിയാം വണ്ണം പുത്രോപനയനക്രിയ. ബ്രഹ്മചാരി കുഞ്ഞിനോദിക്കൊടുത്താൻ വേദമഗുരു, ഉച്ചരിച്ചില്ല മൂകൻ പോൽ നിന്നാൻ മിണ്ടാതെ ബാലകൻ. പലേമട്ടും പഠിപ്പിച്ചു നോക്കിയെങ്കിലും ഒന്നുമേ ഗ്രഹിച്ചില്ല സുതൻ മൂഢൻ, വിഷാദം പൂണ്ടു താതനും. ഏവം ശ്രമം സദാ ചെയ്തു 12 പ്രായമെങ്കിലും, തെറ്റാതെ ചെയ്യാനായില്ല സന്ധ്യാവന്ദന കർമ്മവും. മൂർഖനബാലനെന്നുള്ള വാർത്തയെങ്ങും പരക്കയായി, വിപ്രന്മാരും താപസരും അറിഞ്ഞാർ നാട്ടിലേവരും. ഹസിച്ചു ലോകമവനെ എങ്ങു ചെന്നെത്തിടുമ്പോഴും, മുട്ടാളനെന്നു ഭർസിച്ചു നിന്ദിച്ചിതു പിതാക്കളും. മാതാപിതാക്കൾ ബന്ധുക്കൾ നാട്ടുകാരും വെറുക്കയാൽ, വൈരാഗ്യമായി കുമാരനു പോയാൻ കാട്ടിലവൻ ദ്രുതം. അന്ധൻ കൊള്ളാം പങ്കുകൊള്ളാം കൊള്ളാമുട്ടാളനാം മകൻ, പിതാക്കളിമ്മട്ടു ഭർസിക്കുകയാൽ പൂകികാടവൻ. ഗംഗാതീരത്തു നല്ലൊത്ത ദിക്കിലായിട്ടൊരാശ്രമം, തീർത്തുവാണാൻ ഭക്തിപൂർവം വന്യവൃത്തിയൊടും ദ്വിജൻ. നേരല്ലാതുരിയാടില്ലെന്നുള്ളൊരാ നിഷ്ഠയൊത്തവൻ, അപ്പർണകുടിയിൽ ബ്രഹ്മചര്യത്തോടും വസിക്കയായി. 10-ാം അധ്യായം സമാപ്തം. അമേ നാരായണ. ഓം ശ്രീമാത്രേ നമഃ.